ഈ പെണ്ണ് കാണൽ ചടങ്ങ് പല മാറ്റങ്ങളും ഓരോ സമയത്തും ഉണ്ടാകുന്നുണ്ട്. പെണ്ണ് കാണൽ ചടങ്ങ് എന്ന് പറഞ്ഞാൽ കുറച്ചു മുമ്പൊക്കെ എങ്ങനെയായിരുന്നു? ഒരു വലിയ പട വരും. ആദ്യം ഈ പുതിയാപ്പളുടെ ചെക്കന്റെ ഫ്രണ്ട്സുകള് അവർക്ക് കാണണം. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് വീട്ടിൽ നിന്ന് കുടുംബക്കാര്, വല്യമ്മ മുതൽ അമ്മോൻ മുതൽ ആരെങ്കിലും അമ്മ കണ്ടിട്ടില്ല, അമ്മ കൂടി കണ്ടിട്ട് ഉറപ്പിക്കാം, തീരുമാനിക്കാം. അവസാനം ചെക്കൻ പറയിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞാലോ അതോടുകൂടി കഴിഞ്ഞിട്ട് നോക്കൂ നിങ്ങൾ. അവിടെ ആ ഒരു പെൺകുട്ടിയുടെ ഒരു അവസ്ഥ ആലോചിക്കാൻ. ഇവരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഒരു കാഴ്ചപ്പെണ്ണായിട്ട്, ഇങ്ങനെ ഒരു കാഴ്ചച്ചരക്കായിട്ട്, കാഴ്ച വസ്തുവായിട്ട് കാണിക്കുക. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അതിനർത്ഥം കാണേണ്ട എന്നോ അന്വേഷിക്കേണ്ട എന്നൊന്നുമല്ല. ഇതിനൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പൊ പല സ്ഥലങ്ങളിലും എന്താണ് ഇപ്പൊ കാണാൻ പോകുന്നത് ചെക്കനും വാപ്പിയും ഉമ്മയാണ്. അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അത്തരം നല്ല സമ്പ്രദായങ്ങൾ ഉണ്ടാവുമ്പോ അതിനെ നമുക്ക് പിൻപറ്റാം. അതല്ലാത്ത രൂപത്തിലുള്ള മാമുകൾ ഇനി കണ്ടു പറ്റിയാൽ തന്നെ പിന്നെന്താണ്, പറ്റിക്കഴിഞ്ഞാൽ പിന്നെ വധുവരന്മാരെ പോലെയാണ് പിന്നീട് അവർ ജീവിക്കുന്നത്. നിക്കായ് കഴിഞ്ഞോ, ഉറപ്പിച്ചിട്ടുണ്ടാവില്ല, നിക്കാതൊന്നും കഴിഞ്ഞിട്ടുണ്ടല്ല. അവിടെ മുട്ടായി കൊടുക്കലും അതുപോലെ തന്നെ മുട്ടായി കൊടുക്കലും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നല്ല. ഇവന്റെ എത്ര വലുപ്പുണ്ട് അത്ര ഉയരത്തിൽ മുട്ടായി കാണിക്ക രൂപത്തിൽ കാഴ്ചവെക്കാണ്. അത് തിന്നാനും അല്ലെങ്കിൽ മുട്ടായിക്ക് ആവശ്യം ഉണ്ടായിട്ടുള്ളതല്ല. അത് അങ്ങനെ ഒരു ആചാരം ഉണ്ടായി. അതുകൊണ്ട് നമ്മുടെ പൊടി കൊടുക്കണം. ചിലപ്പോ ഈ ഉപ്പാക്ക് പൈസ ഉണ്ടാവില്ല, പക്ഷെ ഉമ്മ എൽക്കൂട്ടി കൊടുക്കും. അവന്റെ ഫ്രണ്ട്സുകളൊക്കെ അങ്ങനെ കൊടുത്തല്ലേ, അപ്പൊ കൊടുക്കാനാ മോശമല്ലേ? അപ്പൊ മാമൂലുകൾ ഇങ്ങനെ ഒപ്പിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നാട്ടു സമ്പ്രദായങ്ങൾ അനാവശ്യമായിട്ടാണ്. അതുപോലെ തന്നെ ഈ കാലത്ത് കഴിഞ്ഞ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ കൂടെ യാത്രയാണ്, ഒരു കുടുംബം ടൂറ് പോവുകയാണ്, ഫോണ് കൊണ്ട് സംസാരിക്കുകയാണ്, അതുപോലെ തന്നെ മോതിരിട്ട് കൊടുക്കുകയാണ്. ഈ രൂപത്തിലുള്ള അന്യ മതസ്ഥരുടെ സമ്പ്രദായങ്ങൾ, ഇസ്ലാമിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സമ്പ്രദായങ്ങളൊക്കെ നാട്ടു സമ്പ്രദായത്തിന്റെ ഇതൊന്നും ഒരിക്കലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അതൊക്കെ ആർജവത്തോടുകൂടി ആനത്തോടുകൂടി പിതാവിന് സംസാരിക്കണം. ഒരിക്കലും അനിസ്ലാമികപരമായ ഒരു മാമൂലോട് നടക്കൂല. അതിന് മാറ്റങ്ങൾ വന്നാൽ മതി ആർജവത്തോട് പറയാൻ സാധിക്കണം. അപ്പൊ ഈ രൂപത്തിൽ നാട്ടു സമ്പ്രദായങ്ങൾ പൂർണ്ണമായിട്ട് ഇസ്ലാം എതിർത്തിട്ടൊന്നുമില്ല. മറിച്ച് നാട്ടു സമ്പ്രദായങ്ങൾ ഇസ്ലാമിന്റെ നിയമത്തിനും ശരീഅത്തിനും എതിരാവാത്തത് നമുക്ക് സ്വീകരിക്കാം. അതിനുള്ള ഉറപ്പ് എന്നാണ് അറബി ഭാഷയിൽ പറയാം. എതിരാവാത്തത് സ്വീകരിക്കാം. എന്നാൽ നമ്മുടെ സമ്പ്രദായത്തോട്, ഇസ്ലാമിന്റെ ശരീഅത്തിനോട്, മതനിയമത്തിനോട് എതിരുള്ള മാമൂലുകൾ ഒരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വിവാഹം അന്വേഷണമുണ്ട്. വിവാഹം അന്വേഷണം എന്താണ്? ആ വിവാഹാന്വേഷണം നമുക്ക് അന്വേഷിക്കാം. ആ അന്വേഷണത്തിന്റെ കൃത്യമായി അന്വേഷിക്കണം. ഇസ്ലാമ് ചൂഴ്ന്ന് അന്വേഷിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ഈ വിഷയത്തിൽ ഇസ്ലാം ഒരാളെ കുറിച്ച് ചൂഴ്ന്ന് അന്വേഷിക്കാനാണ് വിവാഹത്തിന്റെ വിഷയത്തിൽ കാര്യം കൃത്യമായി അറിയണം. അതുപോലെ തന്നെ സത്യസന്ധമായ കാര്യങ്ങൾ പറയാം. അതൊരിക്കലും ദൈവത്തിൽ നിയമത്തും ദൈവത്തിൽ നിയമത്തും വലിയ തെറ്റാണ് ഇസ്ലാമില്, അല്ലെ? ദൈവത്തിൽ കേൾക്കൽ വരെ പറയുന്നത് പോലെയാണെന്നാണ്. പക്ഷേ വിവാഹ രംഗത്തിൽ, വിവാഹ അന്വേഷണത്തിന്റെ രംഗത്തിൽ സത്യസന്ധമായി ഒരാൾ പറഞ്ഞാൽ, അത് ഒരാളെ കുറിച്ച് ന്യൂനത പറഞ്ഞാൽ അതൊരിക്കലും ദൈവത്തിന്റെ നിയമത്തിൽ പെടൂല. സത്യസന്ധമായി പറഞ്ഞു കൊടുക്കണം. ഞാനിപ്പോ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ഞാനായിട്ടിപ്പോ ഞാൻ കല്യാണം മുടക്കണ്ട, എന്നിട്ട് കുടിയനാണെങ്കിലും അവന് കുടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു കളവ് പറയാൻ പാടില്ലോ? ഇല്ല. അത് എത്രയാണെങ്കിലും സത്യസന്ധമായി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ എന്തായിരിക്കും? ഇല്ലെങ്കിൽ വലിയ വിപത്ത കുടുംബത്തിൽ സംഭവിക്കൂലേ? ഒരു മുമ്മിനത്തായ സ്വാധീനത്തായ കുട്ടിക്ക് ഒരു കുടിയനെ കിട്ടിയാൽ എങ്ങനെയാണ് ആ കുടുംബം മുന്നോട്ട് പോവുക? അതുകൊണ്ട് സത്യസന്ധമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതിന് വലിയ കൂലിയുള്ള കാര്യമാണ്. കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കണം. ഇന്ന് കുഫു വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുഫു പിന്നീട് നമുക്ക് വിശദീകരിക്കാം. എന്താണ് കുഫു വെക്കുക എന്ന് പറഞ്ഞാൽ? ജോലിക്ക് ജോലി, അങ്ങനെയാണോ? അപ്പൊ അന്വേഷണം എന്ന് പറഞ്ഞപ്പോ അപ്പോഴത്തെ ആൾക്കാർ അന്വേഷണം എന്താ? UK-ലാണെങ്കിൽ ഓക്കെ ആണെന്ന്. UK-ലാണ് പഠിക്കുന്നത്, എന്നാ പിന്നെ നമുക്ക് അന്വേഷിക്കാമെന്നല്ല. നല്ല ഉയർന്ന ജോലി, നല്ല സ്റ്റാറ്റസ് ആണല്ലോ. അപ്പൊ വിദേശ രാജ്യത്ത് പഠനം നടത്തണം, അപ്പൊ ഭയങ്കരമാണ്. അതുകൊണ്ട് UK-ലാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് അന്വേഷിക്കൊന്നും വേണ്ട. അങ്ങനെയാണോ? അല്ല. നമ്മുടെ കുഫുവെക്കൽ എന്നാൽ ജോലിക്ക് അതേ ജോലി മറ്റോണമാണെങ്കിൽ മറ്റോണ് ഇതൊന്നും അല്ല കുഫു എന്ന് പറഞ്ഞാൽ. കുഫു എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശദീകരിക്കുന്നുണ്ട് പിന്നീട്. അപ്പൊ ഈ രൂപത്തിലുള്ള മാനദണ്ഡമല്ല. നമ്മള് പല കാര്യങ്ങളും അന്വേഷിക്കും. അതിന്റെ പ്രായത്തെ കുറിച്ച് അന്വേഷിക്കും, മറ്റു സ്വഭാവത്തെ കുറിച്ചൊക്കെ നമ്മൾ അന്വേഷിക്കും. പക്ഷെ സ്കെക്കാറുണ്ടോ, ഇസ്ലാമിന്റെ കാര്യമുണ്ടോ, അതൊന്നും നമ്മൾ അന്വേഷിക്കില്ല. അപ്പൊ അന്വേഷണം ആ രൂപത്തിൽ കൃത്യമായി നടക്കണം. ആരോടാണോ അന്വേഷിക്കുന്നത് ആ അന്വേഷിക്കുന്ന വ്യക്തി
എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാതെ ഒരിക്കലും എന്തല്ല അവൻ അതിന്റെ പേരിൽ ഒരു കുറ്റവും പ്രയാസവും സത്യസന്ധമായിരിക്കണം. വെറുതെ നമ്മൾ കല്യാണം മുടക്കാൻ വേണ്ടി കല്യാണം മുടക്കിയിടാൻ പാടില്ല, മറിച്ച് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതൊരിക്കലും ദൈവത്തിന്റെയും നമീമത്തിന്റെയും എണ്ണത്തിൽ പെടൂല എന്നാണ്.